ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സമയം ചെലവഴിക്കുന്ന സോഷ്യൽ മീഡിയയുടെ മുമ്പിലാണ്. എവിടെ നോക്കിയാലും പ്രായഭേദമന്യേ ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റഗ്രാം ആയാലും യൂട്യൂബ് ആയാലും ആൾക്കാർ എന്തിനും ഏതിനും സോഷ്യൽ മീഡിയയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂട്യൂബ് വ്ളോഗേഴ്സ് ഈ ചാനലിൽ എപ്പോഴും യൂട്യൂബ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ കണ്ടന്റ് ഉണ്ടാവണം. ആ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ഇൻകവും ഏറ്റവും കൂടുതൽ പേരും പ്രശസ്തിയും ഒക്കെ. അവരൊരു തരം ടൈപ്പ് ഓഫ് സെലിബ്രിറ്റികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാ ദിവസവും കണ്ടന്റുകളാണ്, ഓരോ സെലിബ്രിറ്റികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് സിനിമയിലോ നാടകത്തിലോ ഒക്കെ അഭിനയിച്ചാൽ മാത്രമാണ് 10 പേര് അറിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. ഒരു ഫോൺ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് കഴിവ്, സംസാരിക്കാൻ കഴിവുണ്ട്, ഒരു കാര്യത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കാൻ, വായ്ത്താളം അടിക്കാൻ അറിയാമെങ്കിൽ അത് ക്ലിക്ക് ആവുകയാണെങ്കിൽ അവൻ്റെ ഭാഗ്യമോ ദൗർഭാഗ്യമോ അനുസരിച്ച് നെഗറ്റീവോ പോസിറ്റീവോ കിട്ടിയാലും കണ്ടന്റ് കയറുവാണെന്നെങ്കിൽ അവൻ സെലിബ്രിറ്റിയായി മാറി. അങ്ങനെയാണ് ഇന്ന് കാലത്തിൻ്റെ ഒരു പോക്ക്. പക്ഷേ തുടക്കം തൊട്ടേ അത് 2015-16 കാലഘട്ടം, അതായത് യൂട്യൂബ് ഒക്കെ വ്ളോഗേഴ്സൊക്കെ മുട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത ബാഹുല്യം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ വന്ന വ്ളോഗേഴ്സ് കുറച്ച് പേരുണ്ട്. വളരെ ക്ലാസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ബൈജു എൻ നായരും സുജിത് ഭക്തനെയൊക്കെ പോലുള്ള കുറച്ച് വളരെ ചുരുക്കം ചില വ്ളോഗേഴ്സ് ഉണ്ട്. അവരൊക്കെ ബിഗിനിങ് തൊട്ടേ പതുക്കെ കയറി വന്ന ആൾക്കാരാണ്. അതായത് ആദ്യം ഈ പറയുന്ന പോലെ KSRTC ബസ്സിനെ കുറിച്ച് ഷൂട്ട് ചെയ്യുന്നു. അതിനുശേഷം പതുക്കെ ട്രാവൽ എനിക്ക് തോന്നുന്നു സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് ശേഷം കുറേയധികം ട്രാവൽ വീഡിയോസ് ഒക്കെ ചെയ്ത ഒരാളാണ്, ശ്രദ്ധിക്കുന്നവരാണ് സുജിത് ഭക്തൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ പിള്ളേരെക്കാളും മുൻപ് ഒരു നാച്ചുറാലിറ്റിയോടുകൂടി വളരെ പതുക്കെ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് റൈസ് എന്നൊക്കെ പറയുന്ന പോലെ പതുക്കെ വന്നൊരു മനുഷ്യനാണ് ഈ സുജിത് ഭക്തൻ. മിക്കവർക്കും അറിയാം, യൂട്യൂബ് വ്ളോഗേഴ്സുള്ള ആൾക്കാർക്കും യൂട്യൂബ് സെർച്ച് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സെർച്ച് ചെയ്യുന്നവർക്കും അറിയാം, സുജിത് ഭക്തനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഒരു വീഡിയോ വളരെ കാര്യമാത്ര പ്രസക്തമായി വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. വേറൊന്നുമല്ല, കഴിഞ്ഞ ഒരു 5-6 വർഷങ്ങളായിട്ട് നമുക്കറിയാം സുജിത് ഭക്തൻ ഒരാളിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, അദ്ദേഹത്തിൻ്റെ ഭാര്യയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സൈബർ ബുള്ളിങ്ങിനെ കുറിച്ച് അദ്ദേഹം ഇന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ പ്രതികരിക്കേണ്ട കാര്യം തന്നെയായിരുന്നു. കുറേ അധികം നാളുകളായിട്ട് സുജിത് ഭക്തനും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബവും ശ്വേത എന്ന് പറയുന്ന ഭാര്യയെ ചൊല്ലിയാണ്, അല്ലെങ്കിൽ ഭാര്യയെ ബോഡി ഷെയ്മിങ് ചെയ്യുന്നത് തന്നെയാണ് ഈ ഒരു പറയുന്ന ഫേക്ക് ഐഡിയിൽ നിന്ന് വരുന്ന ഏറ്റവും, അല്ലെങ്കിൽ എല്ലാ കമന്റുകളും അങ്ങനെ തന്നെയാണ്. നമുക്കത് വായിക്കാനും പറയാനും ചില വാക്കുകൾ ഉച്ചരിക്കാൻ പോലും ശരിക്കും ഒരു പൊതുമാധ്യമത്തിലിടുന്ന അതിൻ്റെ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് തന്നെ ഒരു ജാള്യതയുമുണ്ട്. എന്തായാലും കഴിഞ്ഞ 7 വർഷമായിട്ട് ഈ ഒരു പർട്ടിക്കുലർ ഈ ഒരു വ്യക്തി പല ഐഡിയിൽ നിന്നും പല മെയിൽ ഐഡിയിൽ നിന്നും ഒക്കെ കമന്റുകൾ ഇടുകയും മെയിൽ അയക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രവൃത്തി കുറേ അധികം വർഷങ്ങളായിട്ട് തുടരുന്നുണ്ടെന്നുള്ള കാര്യമാണ് സുജിത് ഭക്തനും അതുപോലെ തന്നെ ഭാര്യ ശ്വേതയും അവരുടെ ഒരു പോഡ്കാസ്റ്റിൽ വന്നിരുന്നുണ്ട്. സുജിത് ഭക്തന്റെ ഒരു സെക്കൻഡറി ചാനലായി തോന്നുന്നു ഒരു പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്തായാലും സുജിത് ഭക്തൻ ഏറ്റവും പരമപ്രധാനമായിട്ട് അഡ്രസ്സ് ചെയ്യുന്ന ഒരു കാര്യം, ഇയാളൊരു ഫേക്ക് ഐഡി ആയതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് അയാളെ കണ്ടുപിടിക്കുന്നതിലും ശിക്ഷിക്കുന്നതിലും ഒക്കെ ചില പരിമിതികൾ കാണും നമ്മുടെ സംവിധാനങ്ങൾക്ക്. പക്ഷേ ഞാൻ അയാളെ കണ്ടുപിടിക്കും, ഞാൻ അയാളെ കണ്ടുപിടിച്ചിട്ട് ഉറപ്പായിട്ടും ഞാൻ അവനെ ആക്രമിക്കും, അല്ലെങ്കിൽ ഫിസിക്കൽ അസാൾട്ട് ചെയ്യും, കരണക്കുറ്റി നോക്കി ഒന്ന് പുകയ്ക്കും. അതിനുശേഷം ഞാൻ ജയിലിൽ പോയി കിടക്കേണ്ടി വന്നാലും ഞാനത് ചെയ്തോളാം. പക്ഷെ നിന്നെ കയ്യിൽ കിട്ടിയാൽ ഇനി വെറുതെ വിടില്ല, ഇനി വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. കാര്യം കുറേ അധികം നാളുകളായിട്ട് വരുന്നത് കണ്ടിട്ടും പോട്ടെ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു സൈബർ ബുള്ളിങ് ഒക്കെ ആയിരിക്കാമെന്നൊക്കെ വെച്ചു പല ആൾക്കാരും പറഞ്ഞതുപോലെ തന്നെ ശ്വേതയുടെ അവരുടെ ഒരു ശരീര പ്രകൃതിയൊക്കെ വെച്ചിട്ട് ആക്ഷേപിക്കുന്ന കമന്റുകൾ നേരത്തെയും ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ പർട്ടിക്കുലർലി ഇവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇവരെ മെന്റലി ഹറാസ് ചെയ്യണം, മെന്റലി ടോർച്ചർ ചെയ്യണം, മാനസികമായിട്ട് തകർക്കണം, ഇല്ലാതാക്കണം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഓരോ കമന്റിന് താഴെയും കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകൾ കൊണ്ട് നിറച്ച മെസ്സേജുകളും കമന്റുകളുമാണ് ഇയാൾ ഇടുന്നെന്നുള്ള കാര്യമാണ്. എന്തായാലും ശ്വേത പറയുന്ന ഒരു കാര്യം, ഇങ്ങനെയുള്ള കമന്റുകളൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾ മിണ്ടാതിരുന്നാലാണ് പ്രശ്നം, നിങ്ങൾ തീർച്ചയായിട്ടും പ്രതികരിക്കണം. എനിക്കൊന്ന് സുജിത് ഭക്തനെയൊക്കെ പോലുള്ള ആൾക്കാർ അങ്ങനെ കമന്റുകളോട് അധികം അങ്ങനെ പ്രതികരിക്കാത്തൊരു വ്യക്തിയാണ്. എനിക്കൊന്ന് ആദ്യം ഒരു 2 വർഷം മുമ്പ് പുള്ളിക്കെതിരെ കുറച്ച് അലിഗേഷൻസും പുള്ളിയും ഒരു വ്ളോഗറുമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാവാം ഒരു പക്ഷേ അദ്ദേഹം മിണ്ടാതിരുന്നത്. പക്ഷേ ഇപ്പോൾ പറയുന്നത് 7-8 വർഷമായിട്ട്, അതായത് എന്നാണോ സുജിത് ഭക്തൻ കല്യാണം കഴിച്ച് വ്ളോഗിങ് ഭാര്യയുമായിട്ട് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്ത് അന്ന് തൊട്ട് ഇവരെ ബോഡി ഷേമിംഗ് ആണ്. കാരണം സുജിത് ഭക്തനെക്കാളും കുറച്ചുകൂടെ ചബ്ബിയായിട്ടുള്ള ഒരാളാണ് ശ്വേത എന്ന് പറയുന്ന വ്യക്തി. പക്ഷേ നല്ല സ്മാർട്ടായിട്ടുള്ള നല്ല സുന്ദരി കുട്ടിയായിട്ടുള്ള കോൺഫിഡന്റ് ആയിട്ടുള്ള നല്ല സംസാരമൊക്കെ, നല്ല സൗണ്ടും നല്ല വോയിസും നല്ല സ്റ്റാൻഡേർഡും ഒക്കെ ആയിട്ട് സംസാരിക്കുന്ന ഒരു പെൺകുട്ടി. അവരെ കുറിച്ച് എന്തിനാണ് അവർക്ക് പേഴ്സണലി അറിയില്ല, ആരാണ് ഇത് ചെയ്യുന്നതെന്ന് അറിയില്ല. പല രീതിയിൽ പഠിച്ചവന് 18 നോക്കിയിട്ടും ആളെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചില്ല. ക്ഷമ നശിച്ചിട്ടായിരിക്കണം സുജിത് ഭക്തൻ ഇങ്ങനൊരു വീഡിയോ ഒരുമിച്ചിരുന്ന് ചെയ്യാനുള്ള കാരണം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഓടുന്നത് നെഗറ്റീവ് വീഡിയോസാണ്. സോ ആൾക്കാരെ തെറി പറയാൻ എന്തോ മലയാളികൾക്ക്, അതായത് സൈബർ ഓളി മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം നമ്മളൊരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും അപ്പാർട്ട് ഫ്രം വാർത്തകൾ, നമ്മൾ വ്ളോഗേഴ്സിൻ്റെ ഒരു വീഡിയോ എടുത്തു നോക്കിയാലും ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോസൊക്കെ എടുത്തു നോക്കിയാൽ താഴെ അത് നെഗറ്റീവാണ് പ്രചരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്നതാണ് കൂടുതലും, അത് ചെയ്യുന്നത് അവർ സദ്ബുദ്ധിയോടുകൂടി അല്ലെങ്കിൽ സദുദ്ദേശത്തോടു കൂടി ആയിരിക്കാം. പക്ഷെ താഴെ വരുന്ന കമൻറ്റുകൾ വെച്ചിട്ടാണ് പിന്നീട് അത് വൈറലായി പോകുന്നത്. വൈറലായി കഴിഞ്ഞാൽ മില്യൺസ് അടിച്ച് പോകുമ്പോഴും
നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഒരു 10 വീഡിയോ വൈറലടിക്കുവാണെങ്കിൽ അതിൽ 8 നെഗറ്റീവ് കമന്റ്സ് വന്ന് വൈറലടിച്ചു. കമന്റുകളിൽ ഒരു ഇന്ററാക്ഷൻ കൊണ്ടാണ് പലപ്പോഴും വീഡിയോയ്ക്ക് വലിയ രീതിയിൽ ബൂമായിട്ടുള്ള റീച്ച് കിട്ടുക. അതിൽ കൂടുതൽ സംഭവിക്കുന്നത് അബ്യൂസിംഗ് ഉണ്ട്, ബോഡി ഷെയ്മിംഗ് ഉണ്ട്. അങ്ങനെയാണ് റീച്ച് അടിച്ചു പോകുന്നത്. പല ആൾക്കാരും ഈ കമന്റുകൾക്ക് താഴെ എന്താണ് ചേരി തിരിഞ്ഞ് വീണ്ടും അടിവെക്കുന്നു, വീണ്ടും കമന്റുകൾ ഇടുന്നു, വീണ്ടും അതിന്റെ സബ് കമന്റ് ഇടുന്നു. അങ്ങനെ അടിവെച്ച് ഇന്ററാക്ഷൻസ് കൂടിക്കൊണ്ടേയിരിക്കുന്നു. അതനുസരിച്ച് കണ്ടന്റ് വീണ്ടും റീച്ച് കൂടുന്നു. ആ രീതിയിൽ മനഃപൂർവ്വം ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. പക്ഷേ സുജിത് ഭക്തൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, നമ്മൾ തുടക്കത്തിൽ ശാരിക പറഞ്ഞതുപോലെ തന്നെ ഈ കൊറോണയ്ക്കുമൊക്കെ ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ തന്നെ വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് വന്ന, അല്ലെങ്കിൽ വളരെ ക്വാളിറ്റി കണ്ടന്റുകൾ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നല്ല വീഡിയോ ഔട്ട്പുട്ട് തന്നുകൊണ്ട്, വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ നമ്മളെ കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നല്ല വ്യത്യസ്തമായിട്ടുള്ള ജീവിത ശൈലികൾ കാണിച്ചുകൊണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ഫുഡുകൾ കാണിച്ചുകൊണ്ട്, അങ്ങനെ ഒരു ട്രാവൽ വ്ലോഗ് അല്ലെങ്കിൽ ട്രാവൽ ടെക് ഈറ്റ് എന്നൊക്കെയാണ് സുജിത് ഭക്തന്റെ ഈ ഒരു ചാനലിന്റെ പേര്. അല്ലെങ്കിൽ അങ്ങനത്തുള്ള കണ്ടന്റുകളാണ് സുജിത്ത് ഈ ഒരു വീഡിയോ മുഖേന എപ്പിസോഡുകളായിട്ടൊക്കെ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു സംസാര ശൈലിയാണെങ്കിലും എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്, വളരെ പ്രൊഫഷണലായിട്ടെന്ന് തോന്നുന്നു. എങ്കിൽ തന്നെ സാധാരണക്കാർക്ക് വളരെയധികം കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംസാര ശൈലിയുമാണ്. ശ്വേതയും അതോടൊപ്പം തന്നെ, ശ്വേതയ്ക്കും ഒരു ചാനലുണ്ടെന്ന് തോന്നുന്നില്ല, ശ്വേതയ്ക്കും ചാനലുണ്ട്, ശ്വേതയും അതിൽ വീഡിയോസ് ഒക്കെ ഇടാറുണ്ട്. അതുപോലെ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ്. അവരുടെ തന്നെ അനിയനും സഹോദരനും മറ്റ് കുടുംബാംഗങ്ങളും ഒക്കെ പല രീതിയിലും പല വീഡിയോസിലുമൊക്കെ അവർ ഉൾപ്പെടുത്താറുമുണ്ട്. പ്രധാനമായിട്ടും കുടുംബാംഗങ്ങൾ ഒന്നിച്ചുകൊണ്ട് ഒരു കൂട്ടുകുടുംബം അല്ലെങ്കിൽ വലിയൊരു എണ്ണം ആൾക്കാർ അവരുടെ ഒരു ട്രാവലിൻ്റെ ഭാഗമായിട്ട് എപ്പോഴും അവരുടെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ അവരുടെ ഫാമിലിയും ഒക്കെ ഒപ്പം ഉണ്ടാകും. ഇപ്പോഴും എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ ടൂറിലാണ്. അവരുടെ ഒരു ഫാമിലി ലൈഫ് സ്റ്റൈൽ തന്നെ അങ്ങനെയാണ്. അല്ലെങ്കിൽ അവരുടെ കണ്ടന്റുകളും പ്രധാനമായിട്ടും ഈ ഒരു ട്രാവലിംഗ് വീഡിയോസ് തന്നെയാണ്. എന്തായാലും നിരന്തരമായിട്ടുണ്ടാകുന്ന അബ്യൂസ് ചെയ്യുന്ന, ബോഡി ഷെയ്മിങ് ചെയ്യുന്ന രീതിയിലുള്ള അവരെ തകർക്കണം, മാനസികമായിട്ട് ഇല്ലാതാക്കണം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫേക്ക് ഐഡിയിൽ നിന്ന് നിരന്തരമായിട്ട് ഇവർക്ക് വർഷങ്ങൾ കൊണ്ട് തന്നെ ഈ ഒരു മെസ്സേജുകളും കമൻറ്റുകളും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ എന്തായാലും സുജിത് ഭക്തനും ഭാര്യ ശ്വേതയും അതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായെന്നുള്ള കാര്യമാണ്. അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നുകൊണ്ട് സുജിത് ഭക്തൻ്റെ തന്നെ ഒരു സെക്കൻഡറി ചാനലായിട്ട് ഒരു പോഡ്കാസ്റ്റിൽ അവർ കൃത്യമായിട്ട് തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ഈ കയ്യിൽ കിട്ടിയാൽ ഞാൻ അവനെ അടിക്കും, അവനെ ഫിസിക്കലി എനിക്ക് ഉപദ്രവിക്കാൻ പറ്റുന്ന പോലെ തന്നെ അവനെ അടിക്കും. കാര്യം എൻ്റെ മാക്സിമം ക്ഷമിക്കാവുന്നതിനുള്ള അങ്ങേയറ്റമായി, ഇത് നിനക്കുള്ള അവസാനത്തെ വാണിംഗ് ആണ്, ഇനിയെങ്കിലും തിരുത്താനായിട്ട് നിനക്ക് പറ്റുമെങ്കിൽ തിരുത്തുക. പ്രധാനപ്പെട്ട കാര്യം, ഇവർ പിന്മാറുന്നില്ല അല്ലെങ്കിൽ ഇതിൽ നിന്ന് തടറുന്നില്ല എന്ന് കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ ഓരോ കമൻറ്റുകൾക്കും താഴെ അല്ലെങ്കിൽ ഈ വന്ന റിയാക്ഷൻ വീഡിയോയ്ക്ക് താഴെയും ഇയാൾ സ്വാഭാവികമായിട്ട് കമന്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം പിൻ ചെയ്തിടുകയാണ്. ഇതെല്ലാം ആൾക്കാർ കണ്ടോട്ടെ, അല്ലെങ്കിൽ നമുക്കിത് ഹൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇയാളുടെ ഇമേജ് അല്ലെങ്കിൽ ഈ ഇടുന്ന ആൾക്ക് തീർച്ചയായിട്ടും മാനസിക രോഗം തന്നെ ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ എന്തോ ഒരു സൈക്കിക് ഒരു സുഖം അയാൾക്ക് കിട്ടുന്നുണ്ട്. കാരണം സൈബർ പോലീസിലൊക്കെ പരാതി കൊടുത്തിട്ടും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അതാണ് കാര്യം. പല ഐഡികൾ മാറിയാണ് ഇയാൾ ഈ ഒരു മെസ്സേജുകളും അല്ലെങ്കിൽ മെയിലുകളും കമൻറ്റുകളും ഒക്കെ ഇടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സൈബർ വിഭാഗത്തിന് തന്നെ, ഏത് സൈബർ വിഭാഗമാണെങ്കിലും അവരെ ട്രേസ് ചെയ്യാനായിട്ട് സ്വാഭാവികമായിട്ട് പ്രാക്ടിക്കലി ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതാണ് സുജിത് ഭക്തനും ഇയാളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ സുജിത്തിനും പ്രത്യക്ഷത്തിൽ വളരെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഇതാണ്. നമ്മൾ നിരന്തരമായിട്ട് ഈ ഒരു സൈബർ ബുള്ളിങ് ഏറ്റിട്ടും ഇവരെ പിടിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ സംവിധാനങ്ങൾ മാറിയിട്ടില്ലല്ലോ. പക്ഷേ ഞാൻ അവനെ പോയി അടിക്കുകയാണെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്നെ പിടിക്കും, അതെനിക്ക് ഉറപ്പുണ്ട്. എനിക്കെതിരെ പക്ഷേ അവൻ കേസ് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഇവനെ അറിയട്ടെ, 4 പേര് അങ്ങനെയെങ്കിൽ ഇവന്റെ യഥാർത്ഥ മുഖം അറിയട്ടെ എന്നൊരു കാര്യമാണ് സുജിത്ത് പറയുന്നത്. പ്രധാനപ്പെട്ട കാര്യം, ഇയാൾക്ക് ഈ പറഞ്ഞ കണക്ക് വളരെ സൈക്കിക് ആയിട്ടുള്ള മനുഷ്യനാണ്. സുജിത്ത് എവിടൊക്കെ വീഡിയോ ചെയ്യുന്നു, ഒരു ഹോട്ടൽ വെച്ചിട്ടാണെങ്കിൽ ആ ഹോട്ടലിലെ മാനേജർ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സുജിത്തിന്റെ വീഡിയോയിൽ അയാളുടെ സഹോദരനുണ്ടെങ്കിൽ, അയാളുടെ വേറെ ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ടെങ്കിൽ, ഇവരുടെ എല്ലാവരുടെയും മെയിൽ ഐ ഡി തപ്പിയെടുത്തുകൊണ്ട് മൾട്ടിപ്പിൾ CC വെച്ചുകൊണ്ടാണ് മൾട്ടിപ്പിളി ഇയാൾക്ക് അയക്കുന്ന എല്ലാ മെയിലിന്റെ ഓരോ കോപ്പി ഈ വീഡിയോയിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് അവർക്ക് എല്ലാവരും ഇയാൾ അയച്ചുകൊണ്ടിരിക്കുക കാലങ്ങളായിട്ട്. അതെ, പ്രത്യേക തരത്തിലുള്ള ഒരു സൈക്കിക് വൈബ്രേഷൻ ആണെന്ന് തോന്നുന്നു. മാനസിക മാടമ്പള്ളിയിലെ യഥാർത്ഥ മാനസിക രോഗി പുള്ളിയാണെന്ന് തോന്നുന്നു. കാരണം ചിലവർ കമന്റിൽ പറയുന്നുണ്ട് ഇത് ഇന്ത്യക്കാരനായിരിക്കത്തില്ല, ആയിരിക്കില്ല. ഇന്ത്യയിലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഒരു പക്ഷേ കേരള നമ്മുടെ സൈബർ പോലീസിന് പിടിക്കാൻ പറ്റുമായിരുന്നു. ഇയാൾ പുറത്ത് നാട്ടിലെങ്ങോ വരുന്നുണ്ട്, ഇവളോ അവനോ. ഇപ്പം സുജിത് ഭക്തന് സംശയം ഇതൊരു പെണ്ണാണോ എന്നാണ് സുജിത്തിന്റെ സംശയം. അപ്പൊ സുജിത് ഭക്തൻ പറയുന്നത് എന്താണ് ചെയ്ത് തെറ്റെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. മേ ബി അസൂയായിരിക്കാം, അല്ലെങ്കിൽ എന്തായാലും നോർമൽ ആയിട്ടുള്ള ആളല്ല. അതുകൊണ്ടാണല്ലോ ഓരോ പ്രാവശ്യം പരാതി കൊടുക്കുന്നു, അത് ഫോളോ അപ്പ് ചെയ്ത് വരുമ്പോൾ അയാൾ വേറെ ഐ ഡി കൃത്യമായി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇവരെ അങ്ങ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1-2 ദിവസമല്ല, 7-8 വർഷമായിട്ട് കൃത്യമായിട്ട് അവരുടെ വീഡിയോയുടെ താഴെ കമന്റ് വരുന്നു. അത് കൂടാതെ കമന്റ് ഇടുന്നത് സുജിത് ഭക്തൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, സുജിത് ഭക്തൻ എവിടേക്കാണോ കൊളാബ് ഉള്ളത്, എവിടേക്കാണോ നേരത്തെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ സ്ഥാപനങ്ങളുമായിട്ടാണോ കണക്ഷൻസും കൊളാബറേഷൻ ഉള്ളത്, അവർക്കൊക്കെ CC വെച്ച്, ഇപ്പോൾ ശ്വേത പറഞ്ഞ പോലെ BCC വെക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയില്ല, നമ്മൾ
ആർക്കൊക്കെയാണ് റെസിപ്പിയൻസ് എന്നുള്ളത്. പക്ഷേ CC വെക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഇന്ന ആൾക്കാർക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാളിത് ചെയ്യുന്നത്. പലവട്ടം പല തരത്തിലുള്ള മെയിൽ ID യിൽ നിന്നും IP അഡ്രസ്സിൽ നിന്നുമാണ് ഈ പറയുന്ന സാധനങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ സുജിത് ഭക്തൻ പറയുന്ന എന്തെങ്കിലും ഒരിക്കൽ ഈ സത്യം മറന്നീക്കി എപ്പോഴായാലും പുറത്തു വരും. എത്ര കാലം ഇവനിങ്ങനെ ഒളിച്ചിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരിക്കലും ഇവനെ പിടികിട്ടിയാൽ ജയ് പറഞ്ഞ പോലെ അടിച്ച് കാരണം പോയിക്കുമെന്ന് സുജിത് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് ഇവനെ എത്രമാത്രം ശിക്ഷിക്കാൻ സാധിക്കുമോ എന്ന് ഇപ്പോൾ സുജിത് ഭക്തന് സംശയമുണ്ട്. ശ്വേതയും പറയുന്നത് ഞാൻ അടിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരു അടി കൊടുക്കണമെന്നുണ്ട്. കാരണം അവരെ പറയുന്ന വർത്തമാനങ്ങളെ അങ്ങനെ ആ ടൈപ്പ് ഓഫ് ബോഡി ഷേപ്പിംഗ് ആണ്. അതായത് സുജിത് ഭക്തൻ്റെ ഇഷ്ടത്തിന് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു. അവർ മെലിഞ്ഞിരിക്കുന്നതോ തടിച്ചിരിക്കുന്നതോ കറുത്തിരിക്കുന്നതോ വെളുത്തിരിക്കുന്നതോ സുജിത്തിൻ്റെ മാത്രം ഇഷ്ടമാണ്. അയാൾക്ക് അതിലൊരു പ്രശ്നവുമില്ല. അയാൾ പോകുന്നിടത്തെല്ലാം ഭാര്യയെ കൊണ്ടുപോകുന്നുണ്ട്, ഫാമിലിയെ കൊണ്ടുപോകുന്നുണ്ട്, എല്ലാവരെയും വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നമ്മുടെ ആരുടെയും ഈ പറയപ്പെടുന്ന ആൾക്കാരുടെ ആരുടെയും സ്വകാര്യതകളിലേക്ക് ഈ പറയപ്പെടുന്ന സുജിത് ഭക്തൻ ചെല്ലുകയോ മറ്റ് റിയാക്ടിങ് വ്ളോഗേഴ്സിനെ പോലെ അദ്ദേഹം അങ്ങനെ വേണ്ട കാര്യങ്ങളെടുത്ത് റിയാക്ട് ചെയ്യുകയോ ഒന്നും ചെയ്യാറില്ല. വളരെ കുലീനത്വത്തോടുകൂടി വളരെ നോബിളായിട്ടൊരു ചാനൽ കൊണ്ടുവന്ന മനുഷ്യനാണ് സുജിത് ഭക്തൻ. സോ അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളും കാര്യങ്ങളും ഒന്നും അദ്ദേഹത്തിൻ്റെ ചാനൽ നമ്മൾ കാണുകയോ ഒരു വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഈ പറയപ്പെടുന്ന പോലെ വിവാദങ്ങളിൽ പെട്ടിട്ടുള്ളൂ. അല്ലാതെ നോക്കുകയാണെങ്കിൽ ഇത്രയും വർഷങ്ങൾ അദ്ദേഹം ചാനൽ കൊണ്ടുപോകുന്നതിന് ഒരിക്കലും അദ്ദേഹം വിവാദങ്ങളിലും കാര്യങ്ങളും ഒന്നും പെട്ടിട്ടില്ല. സോ അങ്ങനെ ഒരു വളരെ ഡീസൻ്റ് ആയിട്ട് പോകുന്നൊരു യൂട്യൂബ് ചാനൽ ആ മനുഷ്യനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മാനസികമായിട്ട് ഹരാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴും എടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഞാൻ സഹിക്കാൻ തയ്യാറാണ്. എന്തിനാണ് എൻ്റെ ഭാര്യയും എൻ്റെ കുടുംബത്തെയും പറയുന്നത് എന്തിനാണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഈ മാടമ്പള്ളിയിലെ മനോരോഗിയെ മറന്നീക്കി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ, ഈ പറഞ്ഞ കണക്ക് തന്നെ കഴുത്തിന് പിടിച്ചവനെ പൊതുമധ്യത്തിൽ കൊണ്ടുവരാനായിട്ട് നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് കഴിയട്ടെ. അത് തന്നെയാണ് സുജിത് ഭക്തന്റെയും ആഗ്രഹം, അതോടൊപ്പം നമ്മുടെ ഏവരുടെയും ആഗ്രഹം.